വ്യത്യസ്തമായ കഥാവഴികളിലൂടെ പ്രേക്ഷകനെ കൊണ്ടുപോയി ഓരോ കഥാപാത്രങ്ങളുടെയും ഐഡന്റിറ്റി നമുക്ക് ഒരിക്കലും പിടിതരാത്ത വിധത്തിൽ അവതരിപ്പിച്ച് ഒരേ ഇരിപ്പിൽ ത്രില്ലടിച്ച് കാണാൻ കഴിയുന്നൊരു അടിപൊളി സിനിമയാണ് ഐഡന്റിറ്റി. ഒരു കൊലയാളിയെ തിരിച്ചറിയാനുള്ള പുറപ്പാടുകളും വളരെ ശാന്തനായ സ്കെച്ച് ആർട്ടിസ്റ്റായി വന്ന് ക്ലൈമാക്സിനോടടുത്ത് ടൊവിനോ നടത്തുന്ന പ്രകടനങ്ങളും പ്രേക്ഷകനെ ത്രില്ലടിപ്പിക്കുന്ന ചിത്രമാണ് ഇത്. അഖിൽ പോളും അനസ് ഖാനും ചേർന്ന് രചനയും സംവിധാനവും നിർവഹിച്ച് 2025 പുറത്തിറങ്ങിയ ഒരു മലയാളം ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഐഡന്റിറ്റി. ടൊവിനോ തോമസ്, വിനയ് റോയ്, തൃഷ, അർച്ചന കവി തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. നിഗൂഢമായ ഒരു കഥയെ അസാധാരണമായ ചില വഴികളിലൂടെ കൊണ്ടുപോയി വ്യത്യസ്തമാക്കിയിരിക്കുന്ന ചിത്രമാണിതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം. ചിത്രത്തിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഹരൺ എന്നൊരു ചെറിയ പയ്യനെയാണ്. അവൻ മെഡിക്കൽ കോളേജിന്റെ ലൈബ്രറിയിൽ ബുക്കുകൾ ഷെൽഫിൽ അടുക്കി വെക്കുന്ന തിരക്കിലാണ്. വായിക്കാൻ അറിയില്ലെങ്കിലും അവൻ കൃത്യമായും ബുക്കുകൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയെന്ന് അവിടുത്തെ ഒരു സ്റ്റാഫ് ചോദിക്കുമ്പോൾ ഹരണിന്റെ അങ്കിളായ സുദർശൻ അവന്റെ കഥ അവരോട് പറഞ്ഞു കൊടുക്കുന്നു. സുദർശൻ മെഡിക്കൽ കോളേജിലെ ഡോക്ടറായിരുന്നു. സുദർശന്റെ സഹോദരി സ്മിതയുടെ രണ്ടാമത്തെ മകനാണ് ഹരൺ. മൂത്ത മോൾ ദേവിക. സ്മിത പോലീസിലെ തന്നെ സ്കെച്ച് ആർട്ടിസ്റ്റാണ്. ASI പ്രതാപ് ശങ്കറിനെയാണ് സ്മിത പ്രണയിച്ച് വിവാഹം കഴിച്ചത്. വിവാഹ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല. അങ്ങനെ 10 വർഷം ASIയുടെ വയലൻസ് സഹിച്ച് മടുത്ത സ്മിത ഡിവോഴ്സ് ചെയ്യുന്നു. ദേവികയെ സ്മിതയ്ക്കും ഹരണിനെ പ്രതാപിനും കൊടുക്കാൻ കോടതി വിധിക്കും. സ്വന്തം മകനായിട്ടായിരുന്നില്ല പ്രതാപ് ഹരണിനോട് പെരുമാറിയിരുന്നത്. അടുക്കും ചിട്ടയും പഠിപ്പിക്കാനുള്ള ഒരു യന്ത്രം മാത്രമായിരുന്നു അയാൾക്ക് 3 വയസ്സുകാരനായ ഹരൺ. മകനെ പിരിയേണ്ടി വന്നതിന്റെ ഷോക്കിൽ കുറേ കാലം സ്മിത കഴിഞ്ഞെങ്കിലും 5 കൊല്ലങ്ങൾക്ക് ശേഷം ബാംഗ്ലൂർ തന്നെയുള്ള സെഷൻ സിംഗറായ സുദീപിനെ സ്മിത വിവാഹം കഴിക്കുന്നു. അതിൽ നീരജ എന്നു പേരുള്ള ഒരു കുഞ്ഞും അവർക്ക് ജനിക്കും. അങ്ങനെയിരിക്കെ പ്രതാപ് ഒരു ദിവസം ആൽക്കഹോൾ പോയിസണിംഗ് മൂലം കുഴഞ്ഞു വീണ് മരിക്കുന്നു. അതോടെ ഹരണിന്റെ കസ്റ്റഡി സ്മിതയ്ക്ക് തന്നെ ലഭിക്കുന്നു. അച്ഛൻ്റെ പെരുമാറ്റച്ചട്ടങ്ങളുടെ ഫലമായിട്ട് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിന് അടിമയായി മാറിയിരുന്നു. അച്ഛനെ പ്ലീസ് ചെയ്യാൻ വേണ്ടി എല്ലാം പെർഫെക്റ്റായും ഓർഗനൈസ്ഡായും ചെയ്ത് അതവൻ്റെ സ്വഭാവത്തിൻ്റെ തന്നെ ഭാഗമായി മാറിയിരുന്നു. അതുകൊണ്ടാണ് ഹരൺ നേരത്തെ ബുക്കുകൾ കൃത്യമായി അടുക്കിക്കൊണ്ടിരുന്നത്. നിർഭാഗ്യവശാൽ സ്മിതയ്ക്ക് ഹരണിനെ കിട്ടുന്നുവെങ്കിലും സ്മിത അപ്പോഴേക്കും പകുതി ശരീരം തളർന്നു പോകുന്ന ഒരു രോഗാവസ്ഥയിലേക്ക് എത്തുന്നു. അങ്ങനെ ആ സീൻ കട്ടായി അടുത്തത് പ്രസന്റ് സീനാണ് കാണിക്കുന്നത്. കോയമ്പത്തൂരിൽ ഒരു ടെക്സ്റ്റൈൽസിൽ ട്രയൽ റൂമിൽ ഡ്രസ്സ് മാറുന്നതിനിടയിൽ അവിടെ വച്ചിരുന്ന ഒരു ഫോൺ ഒരു പെൺകുട്ടി കണ്ടെടുക്കുന്നു. അതിന്റെ വീഡിയോ ക്യാമറ റെക്കോർഡിങ്ങിലായിരുന്നതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ പെട്ടെന്ന് പാനിക്കായി ബഹളം വെക്കുന്നു. അപ്പോൾ അവിടേക്ക് വരുന്ന ടെക്സ്റ്റൈൽസിലെ തന്നെ ഒരു ജോലിക്കാരനായ അമർ എന്നൊരാൾ ട്രയൽ റൂമിൽ നിങ്ങൾ കയറുന്നതിന് മുമ്പ് ആരെങ്കിലും കയറിയിരുന്നതായി കണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവിടെ നിന്നൊരു പയ്യനെ ചൂണ്ടിക്കാട്ടിയിട്ട് അവൻ കുറച്ചു നേരമായി അവിടെ ചുറ്റിത്തിരിയുന്നുണ്ടായിരുന്നുവെന്ന് പെൺകുട്ടികൾ അയാളോട് പറയുന്നു. ആ പയ്യൻ പെട്ടെന്ന് മൊബൈലും തട്ടിപ്പറിച്ച് പുറത്തേക്ക് ഓടിപ്പോകും. ശരിക്കും അത് അമറിന്റെ തന്നെ ഒരു കളിയായിരുന്നു. അവൻ പറഞ്ഞതനുസരിച്ചാണ് പയ്യൻ മൊബൈൽ തട്ടിപ്പറിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടിപ്പോയത്. കുറച്ചു സമയങ്ങൾക്ക് ശേഷം ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് വെച്ച് ആ പയ്യൻ മൊബൈൽ അമറിന് കൈമാറിയിട്ട് അവന്റെ പ്രതിഫലവും വാങ്ങി അവിടെ നിന്നും പോകും. അമർ അവിടെ ഉണ്ടായിരുന്ന ആളൊഴിഞ്ഞ ഒരു ബിൽഡിങ്ങിലേക്കാണ് പോകുന്നത്. സമുദ്ര സിൽക്സ് എന്ന കമ്പനിയുടെ ഒരു പഴയ കെട്ടിടമായിരുന്നു അത്. അമറിന്റെ സകല കൊള്ളരുതായ്മകളും അവൻ കാണിച്ചു കൂട്ടുന്നതും അവിടെ തന്നെയായിരുന്നു. കമ്പ്യൂട്ടറിലിട്ട് പരിശോധിച്ച ശേഷം ആ പെൺകുട്ടിയുടെ പേര് കടയുടെ ബില്ലിൽ നിന്നും കളക്ട് ചെയ്യും. എന്നിട്ട് ആ പേര് വെച്ച് ഫേസ്ബുക്കിൽ തപ്പി പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുന്നു. അതിനുശേഷം ഹാക്കറായ നകുലിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് ആ പെൺകുട്ടിയുടെ FB പ്രൊഫൈല് സെൻഡ് ചെയ്തിട്ട് അതിലെ അഡ്രസ്സും അവളുടെ ഫുൾ ഡീറ്റെയിൽസും എടുത്തു നൽകാനായിട്ട് പറയും. അപ്പോൾ തന്നെ നകുലിനുള്ള പേയ്മെന്റും അമർ സെൻഡ് ചെയ്തു കൊടുക്കുന്നു. നകുലിന് ഇത് ശരിക്കും തീരെ താല്പര്യമില്ലാത്ത കാര്യമായിരുന്നിട്ടും ഭീഷണി മൂലം നകുൽ അമറിന്റെ ആവശ്യം നിറവേറ്റിക്കൊടുക്കും. ഇതേ സമയം ആ പെൺകുട്ടി സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് വരികയായിരുന്നു. അപ്പോഴേക്കും കാറുമായി അവിടേക്ക് വരുന്ന അമർ ക്ലിപ്പിംഗ്സിന്റെ ഒരു ചെറിയ പോർഷൻ അവളെ കാണിച്ചു കൊടുത്തിട്ട് 3 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ ഈ വീഡിയോ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തും. അത് സമ്മതിക്കുന്ന പെൺകുട്ടി ATMൽ പോയി ഉണ്ടായിരുന്ന കാശൊക്കെ എടുത്തു കൊടുക്കും. ബാക്കി പൈസ നാളെ 12 മണിക്ക് മുമ്പ് കിട്ടണമെന്ന് പറഞ്ഞിട്ട് അവളെ വീടിന് മുമ്പിൽ അമർ ഇറക്കി വിടുന്നു. ഇതേ സമയം അമർ മറ്റാരെയോ വിളിച്ച് പറഞ്ഞ കാശ് സെറ്റിൽ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ എടുത്തത് വെച്ച് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്യുന്നു.
ശേഷം അയാൾ പഴയ സ്ഥലത്തേക്ക് തന്നെ തിരികെ വരും. കുറച്ചു സമയത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി നകുലിനെ വിളിച്ച് 2 ദിവസത്തേക്ക് തങ്ങാനൊരിടവും തൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യാൻ ഒരു IP അഡ്രസ്സും വേണമെന്ന് പറയുമെങ്കിലും നകുൽ മറുപടി ഒന്നും നൽകാതെ ഫോൺ കട്ട് ചെയ്യുന്നു. ശേഷം വീണ്ടും അമർ പഴയ സ്ഥലത്തേക്ക് വരുമ്പോഴേക്കും ആരോ അകത്ത് നിൽക്കുന്നത് അവൻ കാണുന്നു. എന്നാൽ പിന്നെ കാണുന്നത് കൈയും കാലും ബന്ധിച്ച നിലയിൽ കിടക്കുന്ന അമറിനെയാണ്, കൂടെ ഒരു അജ്ഞാതനെയും. അജ്ഞാതൻ അമറിനും ആ ബിൽഡിങ്ങിനുമൊക്കെ തീയിട്ട ശേഷം പുറത്തേക്ക് പോകുന്നു. പിറ്റേ ദിവസം പഴയ ടെക്സ്റ്റൈൽസ് കത്തിക്കരിഞ്ഞതായും തൊട്ടടുത്ത പുഴയിൽ നിന്നും ഒരു കത്തിക്കരിഞ്ഞ ബോഡി കിട്ടിയതായും പോലീസിന് കേസ് വരുന്നു. എന്നാൽ കത്തിച്ച കെട്ടിടം തമിഴ്നാട്ടിലും ബോഡി കേരളത്തിൽ നിന്നും ആയതുകൊണ്ട് തന്നെ തമിഴ്നാട് പോലീസ് ബോഡി വിട്ടുകിട്ടണമെന്ന് കേരള പോലീസിനോട് അറിയിക്കുന്നു. എന്നാൽ തെളിവുകൾ 2 ആഴ്ച കഴിഞ്ഞ് കൈമാറിയാൽ മതിയെന്ന് ഹയർ ഒഫീഷ്യൽസ് പറയുന്നത് കൊണ്ട് തന്നെ DYSP ദിനേശൻ അതെല്ലാം ലോക്കറിൽ സൂക്ഷിക്കുന്നു. കുറച്ച് ദിവസത്തിന് ശേഷം അലൻ ജേക്കബ് എന്നൊരു ഉദ്യോഗസ്ഥൻ ദിനേശിനെ കാണാനായി വരുന്നു. തൻ്റെ കൂടെ ഒരു മർഡറിന്റെ വിറ്റ്നസ് ഉണ്ട്. അവൾക്ക് ഫോട്ടോഗ്രാഫിക് മെമ്മറിയാണ്. കൊലപാതകയെ കണ്ടാൽ അറിയാം. കൊലപാതകം കണ്ടിട്ട് തിരികെ വരുമ്പോൾ അവൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അങ്ങനെ അവൾക്ക് ഹെഡ് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. കൊലപാതകത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തി വിറ്റ്നസിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്തുന്നതുവരെ അവളെ പാർപ്പിക്കാൻ ഒരു സ്ഥലം വേണമെന്ന് അലൻ പറയും. പണ്ടൊരു കേസിൽ ദിനേശിനെ സഹായിച്ച വ്യക്തിയായിരുന്നു അലൻ. അതുകൊണ്ട് തന്നെ അയാളും കുടുംബവും താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലെ ഒരു ഫ്ലാറ്റ് അവർക്കായി ദിനേശൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇതേ ഫ്ലാറ്റിൽ തന്നെയാണ് ഹരണും ദേവികയും നീരജയും താമസിക്കുന്നത്. ഹരണിന്റെ പെർഫെക്ഷനിസം ഒഴിച്ചാൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ ഹാപ്പി ആയിട്ടാണ് ഹരണിന്റെ ഫാമിലി അവിടെ ജീവിക്കുന്നത്. അലനും ദൃക്സാക്ഷിയായ പെൺകുട്ടിയും ഗർഭിണിയായ ഒരു സ്ത്രീയും കൂടിയാണ് ഫ്ലാറ്റിലേക്ക് വരുന്നത്. തന്റെ സഹോദരിയാണ് കൂടെയുള്ളത്. ആനെന്നാണ് പേര്. ബാംഗ്ലൂർ പഠിക്കുന്ന ആൻ വെക്കേഷന് വന്നിരിക്കുകയാണ് എന്നൊക്കെയാണ് അലൻ ആനിനെ കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞിരിക്കുന്നത്. കൂടെയുള്ള ഗർഭിണിയായ സ്ത്രീ മെറ്റേണിറ്റി ലീവിലുള്ള ഒരു കോൺസ്റ്റബിൾ ആയിരുന്നു. എങ്കിലും ആനിന്റെ സംരക്ഷണാർത്ഥം അവരുടെ പക്കൽ ഒരു തോക്കും ഉണ്ടായിരുന്നു. അലനോടും കോൺസ്റ്റബിളിനോടും മാത്രമേ ഇന്ററാക്ഷൻസ് ഉണ്ടാവാൻ പാടുള്ളൂ എന്നൊക്കെ അലൻ ആനിനോട് പറയുന്നു. ഇത് ദിനേശന്റെ ഫ്ലാറ്റിൽ ഒരു ചെറിയ മോഷണം നടന്നതുകൊണ്ട് തന്നെ ഒരു പ്രൈവറ്റ് സ്കെച്ച് ആർട്ടിസ്റ്റിനെ ഉപയോഗിച്ച് മോഷ്ടാവിന്റെ രൂപരേഖ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദിനേശന്റെ മകൻ മോഷ്ടാവിനെ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ പയ്യൻ പറഞ്ഞ വിവരങ്ങൾ അനുസരിച്ചാണ് സ്കെച്ച് തയ്യാറാക്കുന്നത്. എന്നാൽ അതെല്ലാം തെറ്റാണെന്ന് അവിടേക്ക് വരുന്ന ഹരൺ പറയുന്നു. തന്റെ അമ്മയിൽ നിന്നും പഠിച്ചെടുത്ത പാഠങ്ങൾ ഉപയോഗിച്ച് ഹരൺ വളരെ കൃത്യമായി ആ മോഷ്ടാവിന്റെ ചിത്രം വരച്ചു കൊടുക്കുന്നു. അങ്ങനെ മോഷ്ടാവ് ആരാണെന്ന് ദിനേശിനും ഫാമിലിക്കും മനസ്സിലാകുകയും ചെയ്യും. ഹരണിന്റെ ആ കഴിവിൽ അലൻ നന്നായി ഇംപ്രസീവ് ആകുന്നു. തന്റെ കേസിന് ഹെൽപ്പാകുന്ന തരത്തിൽ കൊലപാതകിയുടെ സ്കെച്ച് വരച്ചു തരണമെന്ന് ഹരണിനോട് അലൻ പറയും. ആദ്യം ഹരൺ അതിന് സമ്മതിക്കുന്നില്ലെങ്കിലും ഹരൺ കൺവിൻസ് ചെയ്ത് പറയുന്നത് കൊണ്ട് തന്നെ ഹരണും സമ്മതിക്കും. അങ്ങനെ ആൻ പറയുന്നതനുസരിച്ച് ഹരൺ സ്കെച്ച് വരയ്ക്കാൻ തുടങ്ങുന്നു. ഏകദേശം പകുതി വരയ്ക്കുമ്പോഴേക്കും വരപ്പ് മതിയാക്കി ഹരൺ ബാക്കി പിന്നെ വരയ്ക്കാമെന്ന് പറയുന്നു. ആൻ പോയ ശേഷം ഹരൺ വരച്ച ചിത്രം അലനെ കാണിച്ചു കൊടുക്കും. ശരിക്കും അത് ഹരണിന്റെ തന്നെ ചിത്രമായിരുന്നു. സോഴ്സ് മോണിറ്ററിംഗ് എറർ സംഭവിച്ചതായിരിക്കാം. അവൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന ചിത്രം സ്കെച്ച് ആർട്ടിസ്റ്റിന്റെ തന്നെയാണ്. ചില കേസിൽ ഇത്തരത്തിൽ സംഭവിക്കാറുണ്ട്. അമേരിക്കയിൽ അങ്ങനെ നടന്ന ഒരു കേസും എക്സാമ്പിളായി ഹരൺ അലന് കാണിച്ചു കൊടുക്കുന്നു. താനാണ് കൊലപാതകിയെങ്കിൽ തന്നെ നേരിട്ട് കാണിച്ചു തന്നാൽ പോരെ. തൻ്റെ ചിത്രം തന്നെ കൊണ്ട് തന്നെ വരപ്പിക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ അവളുടെ ഉള്ളിൽ കൊലപാതകിയുടെ രൂപമുണ്ടെങ്കിൽ അത് നമുക്ക് തീർച്ചയായും കണ്ടുപിടിക്കാം. പക്ഷെ അതിങ്ങനെയല്ലെന്ന് പറഞ്ഞ് ആനിനെയും കൂട്ടി ഹരണും അലനും കൊലപാതകം നടന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് ആനിനെ റിലാക്സ് ചെയ്യിച്ച് സ്കെച്ച് വരയ്ക്കാമെന്നാണ് ഹരൺ കരുതിയിരുന്നത്. അവരങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയിൽ കൊലപാതകം നടന്ന ദിവസം നടന്ന കാര്യങ്ങൾ ഓർത്തെടുത്ത് പറയാൻ ഹരൺ ആനിനോട് പറയുന്നു. വൈകിട്ട് ഒരു കോൾ വന്നതിനെ തുടർന്ന് റൂമിൽ നിന്നിറങ്ങി ട്രെയിനിൽ കോയമ്പത്തൂരിൽ എത്തി തൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്കൂട്ടി എടുത്ത് നേരെ സമുദ്ര സിൽക്സിലേക്ക് പോയി എന്ന് ആൻ പറയുന്നത് കേട്ട് ഹരൺ ഒന്ന് ഞെട്ടുന്നു. സമുദ്ര സിൽക്സ് ആളൊഴിഞ്ഞ ഒരു പഴയ ബിൽഡിംഗ് ആണ് എന്നൊക്കെ പറയുമ്പോഴാണ് ട്വിസ്റ്റ് കാണിക്കുന്നത്. ശരിക്കും അലൻ അന്വേഷിച്ച് നടക്കുന്ന കൊലപാതകി താൻ തന്നെയാണെന്ന് ഹരണിന് മനസ്സിലാകുന്നതോടെ ആൻ പറഞ്ഞു കൊടുക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സ്കെച്ചാണ് ഹരൺ മനഃപൂർവ്വം തയ്യാറാക്കുന്നത്. ആനിന് ഫോട്ടോഗ്രാഫിക് മെമ്മറി ആയിരുന്നത് കൊണ്ടും ആദ്യം പറഞ്ഞ ഡീറ്റെയിൽസ് തന്നെ ആൻ രണ്ടാമതും കൃത്യമായി തന്നെ ഹരണിന് പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ ഹരൺ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു സ്കെച്ചാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഹരണിനോട് ചോദിക്കുമ്പോൾ അതൊരു ചെറിയ മെമ്മറി എററാണ്, അതവൾ പിന്നെ മാറ്റി പറഞ്ഞതായും ഹരൺ പറയുന്നു. അലൻ ടൈം വളരെ കുറവാണ് എന്ന് പറഞ്ഞ് ആനിനെ സ്കെച്ച് കാണിച്ചിട്ട് വെരിഫൈ ചെയ്യുമെങ്കിലും പെർഫെക്റ്റ് ആണെന്നാണ് ആൻ പറയുന്നത്. അതോടെ ഹരൺ ആകെ കൺഫ്യൂസ്ഡ് ആകുന്നു.
ആൻ അതുവരെയും പറഞ്ഞുകൊണ്ടിരുന്ന ഡീറ്റെയിൽസ് ഒക്കെ പെർഫെക്റ്റ് ആയും ഹരണിൻ്റെതാണ്. എന്നാൽ അവൻ തൊട്ടും മുന്നിൽ വന്ന് നിന്നിട്ട് പോലും ആനിനത് മനസ്സിലാകുന്നില്ലെന്ന് മാത്രവുമല്ല, ഹരൺ തെറ്റിച്ചു വരച്ച സ്കെച്ച് ഓക്കെ ആണെന്ന് ആൻ പറയുകയും ചെയ്യുന്നു. ശേഷം അവർ മൂന്നും ഫ്ലാറ്റിലേക്ക് വരുമ്പോഴേക്കും ദേവികയും സുദർശനും നീരജയും അങ്ങോട്ട് വരികയും ആനിനോട് സംസാരിക്കുകയും ചെയ്യുമെങ്കിലും അവരെ തീരെ പരിചയമില്ലാത്ത ഒരാളെ പോലെയാണ് ആൻ നിൽക്കുന്നത്. ഇത് സുദർശൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആനിനോടൊപ്പം ഉണ്ടായിരുന്ന മേഴ്സിക്ക്, അതായത് ഗർഭിണിയായ സ്ത്രീക്ക് പെട്ടെന്ന് സുഖമില്ലാതായതിനെ തുടർന്ന് ദേവിക വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിലേക്ക് അവരെ കൊണ്ടുപോയിരുന്നു. അതുകൊണ്ട് അലനും ദേവികയോടും നീരജയോടും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകും. ദേവികയോടും നീരജയോടും അന്ന് രാത്രി ഹോസ്പിറ്റൽ ക്വാർട്ടേഴ്സിൽ നിന്നാൽ മതിയെന്ന് പറയുന്ന ഹരൺ നേരെ ഫ്ളാറ്റിലെത്തി ഒരു ഡിവൈസ് അവരുടെ വളർത്തുപൂച്ചയുടെ ശരീരത്തിൽ സെറ്റ് ചെയ്ത് മുകളിൽ ആനിന്റെ ഫ്ളാറ്റിലേക്ക് പൂച്ചയെ കടത്തിവിടുന്നു. ശേഷം ഹരൺ ആനിന്റെ ഫ്ളാറ്റിന്റെ ലോക്ക് അഴിച്ച് വാതിൽ തുറക്കാനായി ശ്രമിക്കുന്നു. എന്നാൽ ഈ സമയം പൂച്ച കരയുന്ന ശബ്ദം കേട്ടുണരുന്ന ആൻ ആരോ ലോക്ക് തുറക്കാൻ ശ്രമിക്കുന്നത് കണ്ട് ഞെട്ടിപ്പോകുന്നു. വേഗം അലനെ വിളിക്കാൻ ഫോൺ എടുക്കുമെങ്കിലും അത് ഔട്ട് ഓഫ് റേഞ്ച് ആയിരുന്നു. കാരണം പൂച്ചയുടെ ശരീരത്തിൽ ഒരു ജാമർ സെറ്റ് ചെയ്താണ് ഹരൺ പൂച്ചയെ അങ്ങോട്ട് വിട്ടിരുന്നത്. ഹരൺ വാതിലിന്റെ ലോക്ക് അഴിക്കുമ്പോൾ തന്നെ സുദർശൻ പൂച്ചയെ തപ്പി അവിടേക്ക് വരും. ആനിന്റെ ഫ്ളാറ്റിന് മുന്നിൽ ഹരൺ നിൽക്കുന്നത് കണ്ട് എന്തു പറ്റിയെന്ന് അയാൾ ചോദിക്കുമ്പോൾ എന്തോ ശബ്ദം കേട്ട് വന്നതാണെന്ന് ഹരണും മറുപടി പറയും. അങ്ങനെ അവർ രണ്ടും കൂടി ഫ്ളാറ്റിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കടക്കുന്നതും അവർക്ക് നേരെ തോക്കു ചൂണ്ടി നിൽക്കുന്ന ആനിനെയാണ് അവർ കാണുന്നത്. നിങ്ങൾ ആരാണെന്ന് ആൻ ചോദിക്കുമ്പോഴേക്കും അവിടേക്ക് അലനും വരുന്നു. എന്നാൽ അലനെയും അവൾക്ക് മനസ്സിലാകുന്നില്ല. അലൻ പെട്ടെന്ന് അവളോട് അലീഷ ഇത് അലനാണെന്ന് പറയുമ്പോഴാണ് അവൾക്ക് യാഥാർത്ഥ്യബോധം വരുന്നത്. ശരിക്കും ആനിന്റെ യഥാർത്ഥ പേര് അലീഷ എന്നായിരുന്നു. നിങ്ങളെന്താ ഇവിടെയെന്ന് അലൻ ഹരണിനോട് ചോദിക്കുമ്പോൾ ആരോ പൂട്ടുപൊളിക്കുന്നത് കേട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് അവൻ പറയും. സുദർശൻ ഈ സമയം അലീഷ അവരെ ആദ്യം കണ്ടിട്ടും മനസ്സിലാകാഞ്ഞതിന്റെ കാരണമാണ് തിരയുന്നത്. അലൻ കരുതിയിരുന്നത് അത് ആക്സിഡന്റിന്റെ ഷോക്ക് മൂലമാണെന്നാണ്. എന്നാൽ അത് കൺഫേം ചെയ്യാൻ സുദർശൻ രജനീകാന്തിന്റെ ഒരു ഫോട്ടോ എടുത്ത് ആനിനെ കാണിക്കുമ്പോൾ അവൾ അതും തിരിച്ചറിയുന്നില്ല. അതോടെ ആനിനെ ടെസ്റ്റുകൾക്ക് വിധേയമാക്കും. അലീഷയ്ക്ക് എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് അതോടെ സുദർശന് വ്യക്തമാകുന്നു. അയാളത് ഹരണിനോടും അലീഷയോടും അലനോടും വിശദമായി തന്നെ പറയുകയും ചെയ്യും. മനുഷ്യർക്ക് മനുഷ്യരുടെ മുഖങ്ങൾ തമ്മിൽ തിരിച്ചറിയാൻ സഹായിക്കുന്നത് തലച്ചോറിന്റെ ഒരു പ്രത്യേക ഭാഗമായ ഫ്യൂസിഫോം ഗൈറസ് ആണ്. എന്നാൽ ആ ഭാഗത്തിന് എന്തെങ്കിലും കേട് സംഭവിച്ചാൽ ഫേസ് ബ്ലൈൻഡ്നെസ് എന്നൊരു അവസ്ഥ മനുഷ്യനുണ്ടാകാറുണ്ട്. പ്രോസോപഗ്നേഷ്യ എന്നാണ് ആ അവസ്ഥയുടെ മെഡിക്കൽ ടീം. അതായത് മനുഷ്യരുടെ മുഖങ്ങൾ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അവസ്ഥ. ശരിക്കും ആനിന് സംഭവിച്ചതും അതുതന്നെയായിരുന്നു. ആക്സിഡന്റിന് ശേഷം അലീഷ പ്രോസോപഗ്നേഷ്യയ്ക്ക് അടിമയായിരുന്നു. എന്നാൽ അവളുടെ ഓർമ്മയ്ക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും യാതൊരു കുഴപ്പവുമില്ലാത്തതിനാലാണ് സ്കെച്ച് വരയ്ക്കാൻ നേരം ഹരണിന്റെ ഫേഷ്യൽ ഫീച്ചേഴ്സ് കൃത്യമായിട്ട് അവൾ ഓർത്തെടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. ഇതോടെ ഹരണിനെ എന്തുകൊണ്ടാണ് ആൻ നേരിട്ട് കണ്ടിട്ടും തിരിച്ചറിയാഞ്ഞത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഹരണിന് ലഭിക്കുന്നു. അലീഷയും ഇതെല്ലാം കേട്ട് ആകെ ഞെട്ടിപ്പോകുന്നു. കാരണം എത്ര വലിയൊരു പ്രോബ്ലത്തിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്ന് ഇപ്പോഴാണ് അലീഷയ്ക്ക് ശരിക്കും മനസ്സിലാകുന്നത്. 4 ആഴ്ചകൾക്ക് മുൻപുള്ള ബാംഗ്ലൂരാണ് പിന്നീട് കാണിക്കുന്നത്. ബാംഗ്ലൂരിലെ ഒരു സ്വകാര്യ ന്യൂസ് ചാനലിലെ റിപ്പോർട്ടറായിരുന്നു അലീഷ. അജ്ഞാത നമ്പറിൽ നിന്ന് എക്സ്ക്ലൂസീവ് കണ്ടന്റ് തന്റെ പക്കലുണ്ട്, അത് നേരിട്ട് കൈമാറാമെന്നൊരു മെസ്സേജ് വരുന്നു. അലീഷയും അയാളെ കാണാനായി പോകുന്നു. അത് രോഹിണി എന്ന് പറയുന്ന ഒരു കുട്ടിയെ ഒരാൾ റേപ്പ് ചെയ്തതിന്റെ ചില ഡീറ്റെയിൽസ് ആയിരുന്നു. എന്നാൽ അലീഷ എത്ര സംസാരിച്ചു നോക്കിയിട്ടും രോഹിണിയോ അവരുടെ വീട്ടുകാരോ ഇതൊരു ന്യൂസ് ആക്കാൻ ഒരു തരത്തിലും സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. എങ്കിലും അതൊരു റിപ്പോർട്ടാക്കി അലീഷ തന്റെ ബോസിനെ കാണിക്കുമെങ്കിലും അതിനൊരു ഇമ്പാക്റ്റ് ഇല്ല. എന്തെങ്കിലും സെൻസേഷണൽ ലീഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഈ കണ്ടന്റ് തന്ന സോഴ്സിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താമോ എന്നൊക്കെ ബോസ് ചോദിക്കുന്നു. ശരിക്കും ഈ കണ്ടന്റ് അലീഷയ്ക്ക് കൊടുക്കുന്നത് അമർ ആദ്യം വിളിച്ച് സംസാരിച്ചിരുന്നില്ലേ, നകുൽ എന്നൊരു ഹാക്കർ, അവനായിരുന്നു. സെൻസേഷണൽ ലീഡ്സ് ഇല്ലാത്തതുകൊണ്ട് സോഴ്സ് ഓഫ് ന്യൂസ് റിവീൽ ചെയ്യാൻ തന്റെ ബോസ് ആവശ്യപ്പെടുന്നുവെന്ന് അലീഷ പറയുമെങ്കിലും മീഡിയയ്ക്ക് മുന്നിൽ തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ നകുല് തയ്യാറല്ലായിരുന്നു. കാരണം അങ്ങനെ ചെയ്താൽ അമർ അവനെ തീർത്തു കളയുമെന്ന് അവന് ഉറപ്പാണ്. എന്നാൽ ഈ ന്യൂസ് അവർ ടെലികാസ്റ്റ് ചെയ്യാൻ തയ്യാറാകില്ല എന്ന് മനസ്സിലാകുന്നത് കൊണ്ട് തന്നെ രോഹിണിയെപ്പോലെ വേറെ 2 പെൺകുട്ടികളെ നകുലിന്റെ ഹെൽപ്പില്ലാതെ അമർ അപായപ്പെടുത്തിയിരുന്നു. അതിലൊരു പെൺകുട്ടിയുടെ റിലേറ്റീവിനോട് സംസാരിക്കുന്നതിന്റെ 1 സൈഡ് ഓഡിയോ നകുൽ അലീഷയ്ക്ക് കൈമാറുന്നു. ആ ഓഡിയോ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തതിന്റെ ചെറിയൊരു പോർഷൻ വീഡിയോ ആ കുട്ടിയുടെ ബ്രദറിന് സെൻഡ് ചെയ്തിട്ട് 25 ലക്ഷം കൊടുത്തില്ലെങ്കിൽ വീഡിയോ സകല പോൺ സൈറ്റുകളിലും പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന അമറിന്റെ ഓഡിയോ ക്ലിപ്പായിരുന്നു. അത്
കേൾക്കുന്ന അലീഷ ഇത് പോലീസിനെ അറിയിക്കണമെന്ന് പറഞ്ഞ് നേരെ വരുന്നത് അലൻ്റെ അടുത്തേക്കാണ്. ഓഡിയോയും അമറിൻ്റെ മറ്റ് ഡീറ്റെയിൽസും അലന് അവൾ കൈമാറും. താൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് അലൻ തൻ്റെ ഒരു കാർഡ് അലീഷയ്ക്ക് നൽകുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അവളെ അവിടുന്ന് പറഞ്ഞുവിടും. അലീഷ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അവളുടെ ബോസ് വിളിച്ച് നമുക്കിത് ഫുൾ സെഗ്മെന്റായി ടെലികാസ്റ്റ് ചെയ്യാം, കൂടുതൽ ഫൂട്ടേജ് കളക്ട് ചെയ്തോളാനും പറയുന്നു. അതോടെ അലീഷയും ഹാപ്പിയാകും. ആ ആവേശത്തിൽ ഇരിക്കുമ്പോഴാണ് നകുൽ കൊടുത്ത ലൊക്കേഷൻ വെച്ച് അലീഷ നേരെ കോയമ്പത്തൂർ വന്നിട്ട് ഫ്രണ്ടിന്റെ സ്കൂട്ടിയിൽ സമുദ്ര സിൽക്സിലേക്ക് പോകുന്നത്. അവിടെ വെച്ച് ആരോടോ അമർ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതും ശേഷം നിരാശനായി ആ സംസാരിച്ചു കൊണ്ട് നിന്ന ആൾ പുറത്തേക്ക് പോകുകയും ചെയ്യുന്നു. അല്പം കഴിഞ്ഞ് അമറും പുറത്തേക്ക് പോയ ശേഷം ആരോ അകത്ത് വരുന്നു. അവിടെ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടറും മറ്റും തല്ലിപ്പൊട്ടിക്കുമ്പോഴേക്കും അമർ അവിടേക്ക് വരികയും അവിടെ ഉണ്ടായിരുന്ന ആൾ അമറിനെ ഉപദ്രവിക്കുന്നതായും ശേഷം ബിൽഡിങ്ങിന് തീവച്ച് നശിപ്പിക്കുന്നതായും അലീഷ കാണുന്നു. ആ ഷോക്കിൽ സ്കൂട്ടി എടുത്ത് വരികയായിരുന്ന അലീഷയെ ഒരു ലോറി വന്നിടിക്കുകയായിരുന്നു. ആക്സിഡന്റിന്റെ ടൈമിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന അലീഷയുടെ പക്കൽ നിന്നും ഡോക്ടറിന് അലന്റെ കാർഡ് ലഭിക്കുന്നത് കൊണ്ടാണ് അവര് അലനെ കോണ്ടാക്ട് ചെയ്യുന്നത്. അവിടെ സീൻ കട്ടായി വീണ്ടും സീൻ പ്രസന്റിലേക്ക് എത്തും. സുദർശൻ ഓരോ ഫേസും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അവളിപ്പോൾ അനുഭവിക്കുന്ന ആ പ്രശ്നത്തിന് ഒരു പരിധിവരെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ അലീഷയെ മോട്ടിവേറ്റ് ചെയ്യുന്നു. എന്നാൽ ഇതെല്ലാം ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്ന അലന് മൊത്തത്തിൽ എന്തൊക്കെയോ ഡൗട്ട്സ് വരാൻ തുടങ്ങുന്നു. അലീഷയുടെ ഇപ്പോഴത്തെ അവസ്ഥയും അവൾ പറഞ്ഞ സ്കെച്ച് വരയ്ക്കാനുള്ള രൂപവും എല്ലാം കൂടി കണക്ട് ചെയ്യുമ്പോൾ ഹരണിനെ തന്നെ ഡൗട്ട് തോന്നുന്ന അലൻ തൻ്റെ ഫ്രണ്ട് സുപ്രിയയെ വിളിച്ച് ഹരണിൻ്റെ കഴിഞ്ഞ 6 മാസത്തെ കോണ്ടാക്ട്സ് ആൻഡ് ഡീറ്റെയിൽസ് ആക്ടിവിറ്റീസ് എല്ലാം കളക്ട് ചെയ്യാൻ പറയുന്നു. അതോടെ ഹരണിനോട് നേരിട്ട് വന്ന് എന്തിനാണ് അമറിനെ കൊന്നതെന്ന് എത്ര ചോദിച്ചിട്ടും ഹരൺ ഒന്നും മിണ്ടുന്നില്ല. അലൻ അപ്പോൾ തന്നെ ദിനേശിനെ വിളിച്ച് അവർ നിൽക്കുന്ന ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തിട്ട് ഹരണാണ് നമ്മൾ അന്വേഷിക്കുന്ന കൊലപാതകി, വേഗം വന്ന് അറസ്റ്റ് ചെയ്യാനും പറയുന്നു. ദിനേശിന് എന്നാൽ അത് വിശ്വസിക്കാനാകുന്നില്ല. ഹരൺ വരച്ചു കൊടുത്ത സ്കെച്ച് അലീഷയും കണ്ട് വെരിഫൈ ചെയ്തിരുന്നതാണല്ലോ, അപ്പോൾ അതോ എന്ന് ദിനേശ് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരാളില്ല എന്നാണ് അലൻ പറയുന്നത്. അത് ഹരൺ നമ്മളെ മനഃപൂർവ്വം മിസ്ലീഡ് ചെയ്യാൻ വരച്ചതാണെന്നൊക്കെ അലൻ പറയുമ്പോഴേക്കും കറക്റ്റ് ആ സ്കെച്ചിന്റെ രൂപത്തിലുള്ള ഒരു വ്യക്തി അവിടേക്ക് വരികയും ഞാൻ അമീർ അലി സറണ്ടർ ചെയ്യാൻ വന്നതാണെന്നും അയാൾ ദിനേശിനോട് പറയുന്നു. അലനാകെ അതോടെ കൺഫ്യൂസ്ഡ് ആകുന്നു. ദൃക്സാക്ഷിയെയും സ്കെച്ചും കൊലപാതകയും ഒക്കെ കിട്ടിയ സ്ഥിതിക്ക് ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് ഹരൺ അവിടെ നിന്നും പോകുന്നു. അലൻ ഹരണിന്റെ പുറകെ വന്ന് ഹാർഡ് ഡ്രൈവിന് വേണ്ടിയാണോ അമറിനെ കൊന്നതെന്ന് ചോദിക്കുന്നു. ആ ഡ്രൈവ് കിട്ടാൻ ഞാനവിടെ കുറെ തിരഞ്ഞതാണ്, എന്നാൽ നിന്റെ റോൾ എന്താണ് ഇതിലെന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ സമയം ദിനേശ് അലനെ വിളിച്ച് നാളെ DYSP ഓഫീസ് വരെ വരണമെന്ന് പറയുന്നു. അപ്പോൾ അമറിന്റെ ബോഡിയോടൊപ്പം എന്തെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസ് കിട്ടിയോ എന്നാണ് അലൻ ദിനേശിനോട് ചോദിക്കുന്നത്. ഒരു ഹാർഡ് ഡ്രൈവ് കിട്ടിയിരുന്നുവെന്നും അത് പക്ഷേ എവിഡൻസ് റൂമിൽ സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണെന്നും പ്രോപ്പർ ചാനലിലൂടെ അല്ലാതെ അത് എടുക്കാൻ കഴിയില്ലെന്നും ദിനേശ് പറയുന്നു. അതോടെ കേസ് അന്വേഷിച്ചല്ല, മറിച്ച് ഹാർഡ് ഡ്രൈവിന് വേണ്ടിയാണ് അലൻ വന്നിരിക്കുന്നതെന്ന് ഹരണിന് മനസ്സിലാകും. പിറ്റേന്ന് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞ നേരം കഴിഞ്ഞിട്ടും അലന്റെ ഫോൺ തലേന്ന് രാത്രി മുതൽ സ്വിച്ച് ഓഫ് ആയിരുന്നതിനാലും എന്തൊക്കെയോ ഡൗട്ട് വരുന്നത് കൊണ്ട് തന്നെ ദിനേശൻ ബാംഗ്ലൂർ പോലീസിൽ വിളിച്ച് അലനെ പറ്റി ചോദിക്കുന്നു. അയാളൊരു ക്രിമിനൽ ആണെന്നും അയാളിപ്പോൾ പോലീസല്ലെന്നും ഞങ്ങൾ അയാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയുമാണെന്നാണ് ദിനേശിന് അവിടുന്ന് കിട്ടുന്ന മറുപടി. ഇതേസമയം ഹരൺ അലീഷയോട് ചില കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. കുറച്ചു നാളുകൾക്ക് മുൻപ് നീരജയെ അമർ ഫെലിക്സ് ക്രൂരമായി റേപ്പ് ചെയ്തിരുന്നു. ആകെ തളർന്നു പോയ നീരജയെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ദേവികയും ഹരണും ബാംഗ്ലൂരിലെ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വരികയായിരുന്നു. ഒരു വിധത്തിൽ നീരജ പഴയ ജീവിതത്തിലേക്ക് വരികയും അതോടെ അവരുടെ ജീവിതത്തിൽ സന്തോഷം തിരികെ വരികയും ചെയ്യുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം നീരജയോടൊപ്പം അമർ റേപ്പ് ചെയ്യപ്പെട്ട മറ്റൊരു പെൺകുട്ടിയായ സക്കീനയുടെ ബ്രദർ അൻസാർ ഹരണിനെ കാണാനായി വരുന്നു. റേപ്പിന് ശേഷം മെന്റലി ബാധിക്കപ്പെട്ട ചികിത്സയിലായിരുന്നു സക്കീന. എന്നാൽ സക്കീനയെ റേപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പിംഗ് അൻസാറിന് ആരോ അയച്ചു കൊടുത്തിട്ട് 25 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ ഈ വീഡിയോയുടെ 1 അവർ ലെങ്ത് വരുന്ന വീഡിയോ എല്ലാ പോൺ സൈറ്റിലും സ്പ്രെഡ് ചെയ്യുമെന്ന് ഒരാൾ ഭീഷണിപ്പെടുത്തുന്നതായി അൻസാർ വന്ന് ഹരണിനോട് പറയുന്നു. ശരിക്കും ഈ വോയിസ് ക്ലിപ്പാണ് നകുൽ അലീഷയ്ക്ക് കൊടുത്തത്. തൻ്റെ സിസ്റ്റർക്കും ഇതേ അവസ്ഥ തന്നെയാണെന്ന് മനസ്സിലാക്കുന്ന ഹരൺ തൻ്റെ രഹസ്യ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന ആയുധവുമായി നേരെ അമർ ഉണ്ടായിരുന്ന ആ പഴയ ബിൽഡിങ്ങിലെത്തുകയും അമറിനെ വകവരുത്തുകയുമായിരുന്നു. ഈ സീനാണ് അലീഷ ഒളിഞ്ഞിരുന്ന് കണ്ടത്. ആ കൊലപാതകം നടക്കുന്ന അതേ സമയം ഹരണിന്റെ വണ്ടിയിൽ അൻസാറും ഉണ്ടായിരുന്നു. കാരണം അൻസാറിന് പകരം ഹരൺ അവിടെ എത്തുകയും അമറിനെ കൊല്ലുകയും ആയിരുന്നു. ഉണ്ടായ സംഭവങ്ങൾ അറിഞ്ഞ് സക്കീനയുടെയും അൻസാറിൻ്റെയും ബാപ്പ അമീർ അലി ഹരണിനെ വന്ന് കാണുന്നു.
എന്നെങ്കിലും അമറിന്റെ കൊലപാതകയെ തേടി ആരെങ്കിലും വന്നാൽ അവര് ഒരിക്കലും അൻസാറിലേക്ക് എത്തരുത്. പകരം താൻ ആ കുറ്റം ഏറ്റെടുത്തോളാമെന്ന് അമീർ ഹരണിനോട് പറയുന്നു. ഈ സമയം എവിഡൻസ് ലോക്കറുള്ള ബിൽഡിങ്ങിനടുത്ത് അലൻ ചെന്നതായി ദിനേശൻ സുദർശനെ വിളിച്ച് പറയുന്നു. ഹരൺ വേഗം ദിനേശനെ വിളിച്ച് അലൻ്റെ കയ്യിൽ ഹാർഡ് ഡ്രൈവ് കിട്ടുന്നതിന് മുമ്പ് അതിലെന്താണെന്ന് നമുക്ക് അറിയണമെന്ന് പറയുന്നു. എന്നാൽ അതിനു മുൻപ് നിനക്ക് ഈ കേസിലുള്ള ഇൻവോൾവ്മെന്റ് എന്താണെന്നും അമീർ അലിക്ക് മജിസ്ട്രേറ്റിന്റെ സ്പെഷ്യൽ ഓർഡർ പ്രകാരം പുല്ലുപോലെ ജാമ്യം കിട്ടിയെന്നും ഇതിന്റെയൊക്കെ കാരണം അറിഞ്ഞാലേ ഹാർഡ് ഡ്രൈവ് എടുക്കാൻ കഴിയൂ എന്നും ദിനേശൻ പറയുന്നു. എന്നാൽ ഇതെല്ലാം തുറന്നു പറയാൻ വേണ്ടി അലീഷയും ഹരണും ദിനേശനെ കാണാനായി പുറപ്പെടുന്നു. പോകും വഴി ഹാർഡ് ഡ്രൈവ് ക്രാക്ക് ചെയ്ത് അതിലെ കണ്ടന്റ് അറിയാനായി നകുലിനെയും ഹരൺ വിളിക്കുന്നു. ഒരു പോർട്ടിലേക്ക് എത്തണമെന്നാണ് നകുലിനോട് ഹരൺ പറയുന്നത്. നകുൽ സെറ്റ് ചെയ്ത് അമറിന് കൊടുത്ത ഹാർഡ് ഡ്രൈവ് ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ തനിക്കത് ഈസിയായി ഹാക്ക് ചെയ്യാൻ കഴിയുമെന്ന് നകുലും ഹരണിന് ഉറപ്പു നൽകും. ഇതേസമയം ദിനേശൻ ലോക്കറിൽ നിന്ന് ഹാർഡ് ഡ്രൈവും എടുക്കുന്നു. അങ്ങനെ പോകും വഴി അലൻ ഹരണിന്റെ വണ്ടി അറ്റാക്ക് ചെയ്യുന്നു. ശേഷം വൻ ചേസിംഗ് ആണ്. ചേസിങ്ങിനിടയിൽ വിദഗ്ധമായി ഹരൺ വണ്ടി ഒരു ഒഴിഞ്ഞ ബിൽഡിങ്ങിലേക്ക് കയറ്റി 20 മിനിറ്റിനുള്ളിൽ ഞാൻ തിരികെ എത്തിയില്ലെങ്കിൽ ദിനേശ് സാറിന്റെ അടുത്തേക്ക് എത്തണമെന്നൊക്കെ പറഞ്ഞ ശേഷം അലീഷയെ ബിൽഡിങ്ങിനുള്ളിൽ ഇറക്കിവിട്ട് ഹരൺ മനഃപൂർവ്വം വണ്ടി ഓടിച്ച് പുറത്തേക്ക് പോകും. എന്നിട്ട് വളരെ വിദഗ്ധമായിട്ട് തന്നെ അലന്റെ വണ്ടി ഇടിച്ച് ഒരു താഴ്ചയിലേക്ക് മറിക്കുന്നു. രാത്രിയായിട്ടും ഹരണിനെ കാണാതെ ആ ബിൽഡിങ്ങിൽ തന്നെ നിന്ന് അലീഷയെ ദിനേശ് ഫോൺ വിളിക്കുമെങ്കിലും അപ്പോഴേക്കും കഴുത്തിലും മറ്റും മുറിവേറ്റ നിലയിൽ ഹരൺ കാറുമായി അലീഷയുടെ അടുത്തേക്ക് വരുന്നു. ശേഷം അവര് ദിനേശിന്റെ അടുത്തേക്കാണ് പോകുന്നത്. പോർട്ടിൽ വെച്ച് ദിനേശിനോട് ഡ്രൈവ് ചോദിക്കുമെങ്കിലും ദിനേശിനെ ഹരൺ വെടിവെച്ചു കൊല്ലുകയും ഇത് കണ്ട് അലീഷയാകെ പേടിച്ചു പോവുകയും ചെയ്യുന്നു. ശേഷം ഹരൺ നേരെ ദിനേശിന്റെ ജീപ്പിൽ നിന്ന് ഡ്രൈവ് എടുത്ത ശേഷം അലീഷയ്ക്ക് നേരെയും തോക്ക് ചൂണ്ടും. എന്നാൽ അവളെ ഒന്നും ചെയ്യാതെ അവിടെ നിന്നും പൊക്കോളാൻ പറയുന്നു. ശേഷം ക്രൂരമായി ഹരൺ ഒന്ന് ചിരിക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പേടിച്ചു പോകുന്ന അലീഷ 2 ദിവസത്തിന് ശേഷം ഈ കാര്യങ്ങളെല്ലാം സുദർശനോട് തുറന്നു പറയുന്നു. അപ്പോഴേക്കും അവിടേക്ക് നകുലെത്തും. പോർട്ടിൽ വെച്ച ഡിവൈഎസ്പി ദിനേശിനെ കൊല്ലുന്നത് നകുലും കണ്ടിരുന്നു. അന്ന് ഹരൺ നകുലിനെ വിളിച്ച പോർട്ടിലേക്ക് എത്തണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഹരണും അലീഷയും എത്തുന്നതിന് മുൻപ് തന്നെ നകുൽ അവിടെ എത്തിയിരുന്നു. എന്നാൽ ഹരൺ കൂടെ എത്തിയിട്ട് ദിനേശിന്റെ അടുത്തേക്ക് പോകാമെന്ന് കരുതി അവൻ മാറി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അയാളും അലീഷയും അവിടേക്ക് എത്തിയതെന്നും ദിനേശിനെ കൊന്നതെന്നുമൊക്കെ നകുൽ അലീഷയോട് പറയുന്നു. ഹരണാണ് കൊലപാതകം ചെയ്തതെന്ന് അലീഷ പറയുമ്പോഴാണ് ട്വിസ്റ്റ്. ഹരണാണ് തൻ്റെ കൂടെയെന്ന് അലീഷ കരുതിയിരുന്നത്. എങ്കിലും അലീഷയോടൊപ്പം അന്ന് പോർട്ടിലേക്ക് ഹരണിന്റെ ഡ്രസ്സ് ഇട്ട് കാറിൽ വന്നത് ഹരണായിരുന്നില്ല, മറിച്ച് അലനായിരുന്നു. പ്രോസോപഗ്നേഷ്യ കാരണം അലീഷയ്ക്ക് തൻ്റെ കൂടെയുള്ളത് ഹരണാണെന്ന് തോന്നിയതാണ്. അലീഷയുടെ ഈ അവസ്ഥയെ ചൂഷണം ചെയ്യുന്ന അലൻ ഹരണാണ് ദിനേശിനെ കൊന്നതെന്ന് തെളിവുണ്ടാക്കാനാണ് ദിനേശിനെ കൊന്നിട്ട് അലീഷയെ കൊല്ലാതെ വിട്ടത്. ഇതൊക്കെ കേൾക്കുന്ന അലീഷ ശരിക്കും ഞെട്ടിപ്പോകും. അപ്പോഴേക്കും കാറിലിരിക്കുകയായിരുന്ന ഹരൺ അവിടേക്ക് വരുന്നത് കണ്ട് അലീഷ വേഗം പോലീസിനെ വിളിക്കാൻ പറയുമെങ്കിലും സുദർശൻ അവളെ സമാധാനിപ്പിക്കുന്നു. അന്ന് രാത്രി കണ്ടപ്പോൾ ഹരന്റെ കഴുത്തിൽ മുറിവുണ്ടായിരുന്നെന്നല്ലേ പറഞ്ഞത്. ഇപ്പോൾ വന്ന ഹരണിന്റെ കഴുത്തിൽ മുറിവില്ല. അങ്ങനെ അന്ന് രാത്രി അലീഷയോടൊപ്പം ഉണ്ടായിരുന്നത് ഹരണല്ല, അലനായിരുന്നെന്ന് സുദർശൻ അലീഷയ്ക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. അതോടെ അലീഷ കൺവിൻസ് ആവുകയും ചെയ്യുന്നു. അന്ന് ഹരൺ അലന്റെ കാർ ആക്സിഡന്റ് ആക്കിയ ശേഷം ഹരൺ കാറിന്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും അലൻ ഹരണിനെ വെടിവെച്ച് വീഴ്ത്തിയ ശേഷം ഹരണിന്റെ ജാക്കറ്റും കാറും എടുത്ത് നേരെ അലീഷയുടെ അടുത്തേക്ക് വരികയായിരുന്നു. ശേഷം അലന്റെ കഥ ഹരൺ അലീഷയോട് പറയുന്നു. കോൺട്രവേഴ്സ്യലായിട്ടുള്ള കേസുകളിലെ വിറ്റ്നസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരുന്നു, വിറ്റ്നസ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാം. അങ്ങനെയുള്ള വിറ്റ്നസിനെ പുതിയ പേരും ഐഡന്റിറ്റിയും ഒക്കെ നൽകി സംരക്ഷിക്കുക എന്നതാണ് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാമിന്റെ ലക്ഷ്യം. വിറ്റ്നസിന്റെ യഥാർത്ഥ പേരും ഡീറ്റെയിൽസും ഇത്തരം പ്രൊട്ടക്ഷൻ പ്രോഗ്രാം സെൽ ഓഫീസേഴ്സിനും തെരഞ്ഞെടുത്ത ചില പ്രത്യേകം ആൾക്കാർക്കും മാത്രമേ അറിയുമായിരുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സെൽ ഓഫീസർ ആയിരുന്നു അലൻ ജേക്കബ്. എന്നാൽ തന്റെ കയ്യിലുള്ള വിറ്റ്നസിന്റെയൊക്കെ യഥാർത്ഥ ഐഡന്റിറ്റി അലൻ പ്രതിഭാഗം ക്രിമിനൽസിന് വിലപേശി വിൽക്കാൻ തുടങ്ങുന്നു. കോളിളക്കം സൃഷ്ടിച്ച പല കേസുകളിലും ഇത്തരത്തിൽ ഐഡന്റിറ്റി വിൽക്കാൻ അലനെ സഹായിച്ചിരുന്നത് സുപ്രിയ എന്നൊരു ലേഡിയായിരുന്നു. അങ്ങനെയിരിക്കെ പ്രമാദമായ ഒരു കേസിലെ പ്രതിയായ ചിന്നപ്പ എന്നൊരു ക്രിമിനലിനെതിരെ ചിത്രമാൾ എന്നൊരു ലേഡി സാക്ഷി പറയുന്നു. ആ വൈരാഗ്യത്തിന് ചിന്നപ്പ ചിത്രമാളിന്റെ ഭർത്താവിനെ കൊല്ലും. തന്റെ ഭർത്താവിനെ കൊന്ന കൊലപാതകിയായ ചിന്നപ്പയെ ചിത്രമാൾ പോലീസിന് മുൻപാകെ ഐഡന്റിഫൈ ചെയ്യുന്നതോടെ അയാൾ കുടുങ്ങുമെന്നാകുന്നു. ശേഷം ചിത്രമാൾക്ക് പുതിയ പേരും ഐഡന്റിറ്റിയും നൽകി അവരെയും വിറ്റ്നസ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തും. എന്നാൽ അവരുടെ ഐഡന്റിറ്റിയും കോടികൾ വാങ്ങി അലൻ ചിന്നപ്പയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു.
അതിന്റെ പിറ്റേന്ന് തന്നെ ചിന്നപ്പ ചിത്രമാളിനെ അറ്റാക്ക് ചെയ്യും. എന്നാൽ അവര് അതിൽ നിന്നും സർവൈവ് ചെയ്യുന്നു. അതോടുകൂടി അലനെ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സെല്ലിൽ നിന്ന് മാറ്റി ബാംഗ്ലൂർ ക്രൈം യൂണിറ്റിന്റെ ഡെസ്ക് ജോബിലേക്ക് മാറ്റുന്നു. ഈ സമയത്താണ് അലീഷ അലനെ കാണാനെത്തുന്നത്. തന്റെ ശ്രമം പാളിപ്പോയതുകൊണ്ട് തന്നെ അലന്റെ ഐഡന്റിറ്റി ബിസിനസിന്റെ സകല തെളിവുകളും പുറത്തുവിടുമെന്ന് അലനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങുന്നു. അങ്ങനെ ചിത്രമാളിനെ കൊല്ലുക എന്നത് അലന്റെ കൂടെ ആവശ്യമായി മാറും. അലന്റെ പഴയ കോണ്ടാക്ട്സ് വെച്ച് ചിത്രമാൾ ഇപ്പോൾ ഉള്ളത് കൊച്ചിയിലാണെന്ന് അലൻ മനസ്സിലാക്കുമെങ്കിലും അവരുടെ എക്സാക്ട് ലൊക്കേഷൻ അലന് അറിയുന്നില്ല. എന്നാൽ ബാംഗ്ലൂർ CBI ട്രയൽ നടക്കുന്ന ദിവസം വിറ്റ്നസിനെ കോടതിയിൽ ഹാജരാക്കുമെന്ന് അലന് അറിയാമായിരുന്നു. അന്നേ ദിവസം ബാംഗ്ലൂർ കണക്ഷൻ ചെയ്യുന്ന ഒരേ ഒരു ഫ്ലൈറ്റ് മാത്രമേ കൊച്ചിയിൽ നിന്നും പുറപ്പെടുകയുള്ളൂ. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഫ്ലൈറ്റ് പുറപ്പെടും. പക്ഷേ ചിത്രമാളിനെ അലൻ കൊന്നാൽ ആ കേസും അലന്റെ നേരെ വരുമെന്നുള്ളതുകൊണ്ട് തന്നെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ളവരെയാവും ഉപയോഗിക്കുക. അതിനുവേണ്ടി ആ ഫ്ലൈറ്റിൽ ആക്സസ് ഉള്ള 2 പേരെ സെലക്ട് ചെയ്ത് അവരുടെ ബന്ധുക്കളായ സ്ത്രീകളെ അമറിനെ ഉപയോഗിച്ച് റേപ്പ് ചെയ്ത് വീഡിയോ ഉപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. അതിലൊരു പെൺകുട്ടിയായിരുന്നു സക്കീന. അവളുടെ ബ്രദർ അൻസാർ ബാംഗ്ലൂർ എയർപോർട്ടിലെ ഗ്രൗണ്ട് സ്റ്റാഫ് ആയിരുന്നു. എന്നാൽ അലൻ കരുതിയ പോലെ ആയിരുന്നില്ല അമർ. അവൻ ആ വീഡിയോസ് അവൻ്റെതായ രീതിയിൽ ഇരകളുടെ ബന്ധുക്കളെ ഭീഷണിപ്പെടുത്തി കാശുണ്ടാക്കാൻ തുടങ്ങുന്നു. അതോടെയാണ് ഇതെല്ലാം ഹരണും മറ്റുള്ളവരും അറിയാനിടയാകുന്നത്. ഇതേസമയം അലൻ മറ്റൊരിടത്ത് ഒരു പെൻഡ്രൈവ് ഒരു വീടിന്റെ മുന്നിൽ ഒരു കവറിൽ കൊണ്ടിട്ടിട്ട് പോകുന്നുണ്ട്. ആ വീട്ടിൽ അച്ഛനും ഒരു പെൺകുട്ടിയും ഒരു ചെറിയ ആൺകുട്ടിയും മാത്രമാണ് ഉള്ളത്. ആ പയ്യൻ പെൻഡ്രൈവിലെ വിഷ്വൽസ് പ്ലേ ചെയ്യുമ്പോൾ അത് അമർ അവിടുത്തെ പെൺകുട്ടിയെ റേപ്പ് ചെയ്യുന്നതിന്റെ വിഷ്വൽസ് ആയിരുന്നു. അതായത് സക്കീനയോടൊപ്പം അലൻ റേപ്പ് ചെയ്യാൻ അമറിനോട് പറഞ്ഞ പെൺകുട്ടി അതായിരുന്നു. സുദേവൻ എന്നൊരാളുടെ മകളായിരുന്നു അത്. അലൻ സുദേവനെ വിളിച്ച് എന്തോ പ്ലാൻ പറഞ്ഞിട്ട് അത് നടത്തിയില്ലെങ്കിൽ മകളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ സുദേവൻ ആരാണെന്ന് മാത്രം അപ്പോൾ കാണിക്കുന്നില്ല. ഈ സമയവും ദേവികയും നീരജയും ഹോസ്പിറ്റൽ ക്വാർട്ടേഴ്സിൽ തന്നെയായിരുന്നു. ഇത് മനസ്സിലാക്കി അവിടേക്ക് വരുന്ന അലൻ നീരജയെ അമർ റേപ്പ് ചെയ്യുന്ന വിഷ്വൽസ് ഒക്കെ കാണിച്ച് അലന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവസരമൊരുക്കാൻ ദേവികയോട് ആവശ്യപ്പെടുന്നു. എന്നാൽ അതൊന്നും കണ്ട് നീരജ പേടിക്കുന്നില്ല. ശരിക്കും സക്കീനയുടെ കാര്യം മാത്രമാണ് അലനെന്ന് അമർ പറഞ്ഞിരുന്നത്. നീരജയെ അമർ മനഃപൂർവ്വം അതിൽ പെടുത്തുകയായിരുന്നു. ഇതേ സമയം അലനു വേണ്ടി ബാംഗ്ലൂർ പോലീസ് സിറ്റി ആകെ വളഞ്ഞിരിക്കുകയായിരുന്നു. ദേവികയുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അലന് പുറത്തു കടക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഫേസ് സർജറി കഴിഞ്ഞ ഒരു പേഷ്യന്റിന്റെ ഐഡന്റിറ്റിയിൽ തന്നെ പുറത്തെത്തിക്കുക എന്നതായിരുന്നു ദേവികയോട് അലൻ ആവശ്യപ്പെടുന്നത്. അതിലൊന്നും ഭയപ്പെടാതെ നീരജ തന്റെ ബ്രദർ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് അലനോട് ചോദിക്കുന്നു. ശരിക്കും അപ്പോഴാണ് ഹരൺ ആരാണെന്ന് കാണിക്കുന്നത്. കൊമേഴ്സ്യൽ എയർലൈനിൽ ടെററിസ്റ്റ് ത്രെറ്റ് ഹാൻഡിൽ ചെയ്യാനും മറ്റും പ്രത്യേകം ട്രെയിനിങ് ലഭിച്ച NSG കമാൻഡോസ് ഉണ്ടാകും. അവരെ സ്കൈ മാർഷൽ എന്നാണ് പറയുന്നത്. അത്തരത്തിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു ഓഫീസറായിരുന്നു ഹരണും. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിലും എയർപോർട്ടിലും എവിടെയും ഹരണിന് ആക്സസും ഉണ്ടായിരുന്നു. ഈ പവർ ഉപയോഗിച്ചാണ് ഹരൺ അമറിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതും. എന്നാൽ അവരുടെ ഐഡന്റിറ്റി അതീവ സീക്രട്ട് ആയിരിക്കും. അങ്ങനെ ചിത്രമാൾ പോകുന്ന ഫ്ലൈറ്റിലും ഒരു കോമൺ മാനെ പോലെ ഹരണും കയറുന്നു. ഫ്ലൈറ്റിലിരിക്കുമ്പോഴും നകുലുമായും അലീഷയുമായും ഹരൺ ഒരു പ്രത്യേക ഡിവൈസ് ഉപയോഗിച്ച് ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. ആ ഫ്ലൈറ്റിലെ എല്ലാ യാത്രക്കാരുടെയും ഡീറ്റെയിൽസ് നകുലിന് സെൻഡ് ചെയ്ത് അതിൽ ആരെയെങ്കിലും അലീഷ അന്ന് അമറിനോടൊപ്പം കണ്ടിരുന്നോ എന്ന് ഹരൺ ചോദിക്കുന്നു. എന്നാൽ അവരെ ആരെയും തിരിച്ചറിയാൻ അലീഷയ്ക്ക് കഴിയുന്നില്ല. എയർപോർട്ടിൽ ആക്സസ് ഉള്ള 2 പേരെയാണ് അലൻ ഫോക്കസ് ചെയ്തിരുന്നത്. അതിലൊന്ന് അൻസാറാണ്. അൻസാറിന് പകരമാണ് ഹരൺ അവിടെ പോയതും അമറിനെ കൊന്നതും. പിന്നെയുള്ള ആൾ ഹരണിന് മുൻപ് അമറിനെ അവിടെ കാണാൻ വന്നിരുന്നു. അതിലൊരാളാവും ഫ്ലൈറ്റിലെ യാത്രക്കാർ. അതാരാണെന്ന് കണ്ടുപിടിക്കാനാണ് അലീഷയോട് ഹരൺ പറയുന്നത്. അലീഷയ്ക്ക് എത്ര ശ്രമിച്ചിട്ടും അതാരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഈ സമയത്ത് അന്ന് കണ്ടയാളുടെ മുഖത്ത് പൊള്ളലേറ്റ മാതിരി ഒരു പാടുണ്ടെന്ന് അലീഷയ്ക്ക് ഓർമ്മ വരുന്നു. ഇതിനിടയിൽ പേഷ്യന്റിനെ പോലെ ഡ്രസ് ചെയ്ത് അലനെ ദേവിക ഹോസ്പിറ്റലിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ചിത്രമാളിനെ പോലെ തന്നെ അതേ ഫ്ലൈറ്റിൽ പല കേസുകളിലായി അലനെതിരെ മൊഴി നൽകാൻ പല ഐഡന്റിറ്റിയിൽ 6 പേര് കൂടി സെയിം ഫ്ലൈറ്റിലുണ്ടെന്ന് ഒരു ഓഫീസർ ഹരണിനെ വിളിച്ച് പറയുന്നുണ്ട്. അതോടെ ഒരാളെ തീർക്കുകയല്ല അലന്റെ ലക്ഷ്യം, ആ ഫ്ലൈറ്റ് തന്നെ നശിപ്പിക്കുകയാണെന്ന് ഹരണിന് മനസ്സിലാകും. അതോടെ സക്കീനയെ പോലെ അമർ റേപ്പ് ചെയ്ത നിവേദിത സുദേവ് എന്ന പെൺകുട്ടിയുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് ഫാമിലി മെമ്പേഴ്സിനെ സെർച്ച് ചെയ്യാൻ ഹരൺ നകുലിനോട് പറയുന്നു. അങ്ങനെ നിവേദിതയുടെ പ്രൊഫൈലിൽ നിന്ന് സുദേവിന്റെ ഫോട്ടോ കണ്ട് അലീഷ അയാളെ ഐഡന്റിഫൈ ചെയ്യും. അയാളെയാണ് അന്ന് അമറിന്റെ കൂടെ ആ സ്ഥലത്ത് വെച്ച് കണ്ടതെന്ന് അവൾ പറയുന്നു.
ഫോട്ടോയിൽ സുദേവിന്റെ കഴുത്തിൽ കിടന്ന ടാഗിൽ നിന്ന് സുദേവൻ എയർ ട്രാഫിക് കൺട്രോൾ ഓപ്പറേറ്റർ ആണെന്ന് ഹരണിന് മനസ്സിലാകും. അതായത് ട്രാഫിക് പോലീസിനെ പോലെ ഫ്ലൈറ്റുകൾ തമ്മിലുള്ള പാത്ത് കൺട്രോൾ ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററായിരുന്നു സുദേവൻ. അങ്ങനെ ഈ സംഭവം അവിടെ നടക്കുന്നതിനുള്ളിൽ ആംബുലൻസിൽ അലൻ ഹോസ്പിറ്റലിൽ നിന്നും രക്ഷപ്പെടുന്നു. ചിത്രമാൾ സഞ്ചരിച്ചിരുന്ന ഫ്ലൈറ്റിന്റെ പാത്ത് മാറ്റി കൊടുക്കുവാനായി അലൻ നൽകിയ പെൻഡ്രൈവ് സുദേവൻ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യുമെങ്കിലും പെട്ടെന്ന് തന്നെ ആ ഫ്ലൈറ്റിന്റെ സിഗ്നൽ കട്ടായി പോകുന്നു. അപ്പോഴേക്കും ഓഫീസേഴ്സ് വന്ന് സുദേവനെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ശരിക്കും അവിടെ ഫ്ലൈറ്റിന്റെ സിഗ്നൽ നഷ്ടമാക്കിയത് ഹരൺ തന്നെയായിരുന്നു. ആ ഫ്ലൈറ്റിലെ ട്രാൻസ്മിറ്റർ ഹരൺ ഓഫ് ചെയ്തതുകൊണ്ടാണ് സുദേവന് പെട്ടെന്ന് സിഗ്നൽ ലഭിക്കാതെ പോയത്. അങ്ങനെ കൃത്യസമയത്ത് തന്നെ ചിത്രമാൾ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നു. അങ്ങനെ എല്ലാം വളരെ ഭംഗിയായി അവസാനിക്കുമെങ്കിലും അലൻ ജേക്കബ് രക്ഷപ്പെട്ടിരുന്നില്ലേ? കേരള പോലീസും കർണാടക പോലീസും അലനെ പിടികൂടാൻ വല വിരിച്ചിരിക്കുകയായിരുന്നു. ഐഡന്റിറ്റി ബിസിനസിന്റെ ഭാഗമായി അലൻ ധാരാളം ഫേക്ക് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസിന്റെ ഒന്നും റെക്കോർഡ്സിലില്ലാത്ത ഏതെങ്കിലും ഐഡന്റിറ്റിയിലാവും അലൻ ഇനി സഞ്ചരിക്കുക എന്ന് അവർക്കും അതുകൊണ്ട് അറിയാമായിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം സുപ്രിയയുടെ സഹായത്തോടുകൂടി അർജുൻ പ്രസാദ് എന്നൊരാളുടെ ഐഡന്റിറ്റിയിൽ ഒരു പ്രൈവറ്റ് ജെറ്റിൽ യാത്ര ചെയ്യുകയാണ് നമ്മുടെ അലൻ. എന്നാൽ ഇതേ ഫ്ലൈറ്റിൽ സ്കൈ മാർഷലായി വരുന്നതാകട്ടെ നമ്മുടെ ഹരണും. ഹരണിനെ കാണുന്നതും തൻ്റെ കയ്യിലുള്ള ഡ്രൈവിലെ കണ്ടന്റിനെ കുറിച്ച് പറഞ്ഞ് ഹരണിനെ ഭീഷണിപ്പെടുത്താൻ അലൻ ശ്രമിക്കും. എന്നാൽ അതിൽ ഒന്നുമില്ലെന്ന് ഹരൺ അലനോട് പറയുന്നു. കാരണം ഹോസ്പിറ്റലിൽ വെച്ച് MRI സ്കാൻ ചെയ്യുന്നിടത്ത് നിന്ന് ദേവിക മനഃപൂർവ്വം MRI റൂമിന്റെ വാതിൽ തുറക്കുന്നുണ്ടായിരുന്നു. MRI റൂമിൽ നിന്ന് വരുന്ന ഹൈ ഫ്രീക്വൻസി റേഡിയേഷൻ കാരണം അലന്റെ കൈവശമുണ്ടായിരുന്ന ഡ്രൈവിലെ ഡേറ്റ മുഴുവൻ നഷ്ടമായിരുന്നു. ഇത് മനസ്സിലാക്കുന്ന അലനും ഹരണും തമ്മിൽ ഗംഭീര ഫൈറ്റാണ് പിന്നെ നടക്കുന്നത്. ഫൈറ്റിനൊടുവിൽ ഹരണിന്റെ വെടിയേറ്റ് അലൻ മരണപ്പെടുകയും ചെയ്യുന്നു. ശേഷം പ്രോസോപഗ്നേഷ്യ എന്ന അവസ്ഥയൊക്കെ മാറി നോർമലായ അലീഷയാണ് കാണിക്കുന്നത്. പ്രോസോപഗ്നേഷ്യ മാറിയ ശേഷം അവളുടെ ഓർമ്മയിൽ ആദ്യം വന്ന രൂപം ആരുടേതാണെന്ന് ചോദിക്കുമ്പോഴും നമ്മുടെ ഹരണിൻ്റെ ഫീച്ചേഴ്സ് തന്നെയാണ് അവൾ പറയുന്നത്. അങ്ങനെ ഹരണിൻ്റെ ഫീച്ചേഴ്സ് പറയുന്ന അലീഷയെ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കും.